ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് നില കൂടുതൽ വഷളായി. വി.എസിന്റെ ആരോഗ്യനില തീർത്തും മോശമാണെന്ന് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള വി.എസ്. അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെയാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികൾ അടങ്ങുന്ന വിദഗ്ധ സമിതി ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ നില കൃത്യമായി തന്നെ പരിശോധിച്ചത്. ആ പരിശോധനയിലും അദ്ദേഹത്തിന് ഗുരുതര സാഹചര്യമാണ് എന്നുള്ളതാണ്. കാരണം ശ്വാസകോശത്തിലടക്കം അണുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മറ്റവയവങ്ങളിലേക്ക് പടരാതിരിക്കുവാനുള്ള ഒരു ഇടപെടലാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ SUT മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബി പി കൃത്യമല്ല എന്നുള്ളതാണ്. വൃക്കകളുടെ പ്രവർത്തനവും തകരാറിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആശുപത്രിയിൽ എത്തും എന്നുള്ളതാണ്. ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ്. എന്തായാലും ഇന്നും വിദഗ്ധ സമിതി ഡോക്ടർമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ സന്ദർശിച്ച വിലയിരുത്തും, അദ്ദേഹത്തിന്റെ സാഹചര്യം വിലയിരുത്തും. എന്തായാലും നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ. ഉന്മേഷ്.